കാനാൻദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യം ഇപ്രകാരം പറയുന്നു: വിശുദ്ധരെല്ലാവരും വിശുദ്ധരായത് അവർ ദൈവത്തെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്താലാണ്. വിശുദ്ധ അൽഫോൻസാമയെക്കാളും സഹിച്ചവരും സഹിക്കുന്നവരുമുണ്ട്. എന്നാൽ ആ സഹനങ്ങളെല്ലാം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തതുകൊണ്ടാണ് അൽഫോൻസാമ വിശുദ്ധിയായത്. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കാനാണ്. ദൈവത്തെ സ്നേഹിക്കാം, മറ്റുള്ളവരെ സ്നേഹിക്കാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ ആരംഭിക്കാം. ബിഫോർ ദാറ്റ്, ലെറ്റ് മീ വെൽക്കം അവർ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കാനാൻദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ പേർക്ക. ദാസനെ പോലവൻ ജീവിച്ചു പാവിയൻ, ശാപം ശിരസതിലേറ്റിടുവാൻ. കള്ളയെപ്പോൾ നമുക്കുള്ളൊരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ളമുരുകുന്നൻ ചങ്കു തകരുന്നൻ, കണ്ണു നിറയുന്നൻ രക്ഷകനെ. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ആഴമേറിയ ഈ വരികൾ ധ്യാനിച്ചുകൊണ്ട് കാനാൻദേശം സീസൺ 2 ഈ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. ഒത്തിരി സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റ് മിസ് ഇന്ദു സി നെൽസൺ ഫ്രം തൃശൂർ. തൃശൂരിൽ നിന്നും വന്നിരിക്കുന്ന മിസ് ഇന്ദു സി നെൽസൺ ആണ് ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റന്റ്. ഇന്ദുവിനെ പരിചയപ്പെടാം, കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഒപ്പം കാനാൻദേശം സീസൺ 2 ഈ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. റെഡിയല്ലേ? വെൽക്കം ടു കാനാൻദേശം സീസൺ 2. താങ്ക് യു. ഇന്ദു, തൃശൂർ എവിടെ നിന്ന് വരുന്നു? മുല്ലശ്ശേരി. മുല്ലശ്ശേരി. എന്താണ് മുല്ലശ്ശേരി നാടിനെ പറ്റി പറയൂ. എങ്ങനെയുള്ള ഒരു വില്ലേജ് ആണോ അതോ? ഒരു വില്ലേജ് ആണ്. ഇപ്പോ ഒരു നല്ല ഡെവലപ്മെന്റിൽ വരുന്ന ഒരു സ്ഥലമാണ്. ആൾക്കാരൊക്കെ ഇപ്പം എല്ലാവരും ഒരു 4G സ്പീഡിൽ പോകുന്ന ആൾക്കാരാണോ? കുറച്ചൊക്കെ. ഇന്ദു എങ്ങനെയാണ്? ഞാനും കുറച്ച് സ്പീഡിലൊക്കെ പോകുന്ന ആളാണ്. ഓക്കെ, അപ്പം ഇന്ദുവിനെ കൂടുതൽ പരിചയപ്പെടാം. ഇന്ദുവിന്റെ വീടിനെ പരിചയപ്പെടാം. നമുക്ക് ആദ്യം മത്സരത്തിലേക്ക് കടക്കാം. റെഡി? കാനാൻദേശം സീസൺ 2 ദ ഫസ്റ്റ് റൗണ്ട്, സിൽവർ റൗണ്ട്. ഇന്ദു കാണാറുണ്ടോ കാനാൻദേശം? സിൽവർ റൗണ്ട് അറിയാമോ? അതിന്റെ നിയമാവലികൾ അറിയാം. 4 ചോദ്യങ്ങളാണ്. 4 ചോദ്യങ്ങൾക്കും 10 പോയിന്റ്സ്. 2 ചോദ്യങ്ങൾക്ക് അടുത്ത് ആൻസർ തെറ്റാവുകയാണെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ആവും. 4 ചോദ്യങ്ങൾക്കും റൈറ്റ് ആൻസർ ആണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. ടോട്ടൽ 50 പോയിന്റ്സ്. ഈ ഒറ്റ റൗണ്ടിൽ നമുക്ക് 50 പോയിന്റ്സ് കരസ്ഥമാക്കാം. പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്.
കരദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഇന്ദു നെൽസനുള്ള ആദ്യത്തെ ചോദ്യം. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. അവർ ഒരു ശരീരമായി തീരും. ഏത് പഴയ നിയമഗ്രന്ഥത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. അവർ ഒരു ശരീരമായി തീരും. ഏത് പഴയ നിയമഗ്രന്ഥത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ ഉൽപ്പത്തി, ഓപ്ഷൻ ബി പുറപ്പാട്, ഓപ്ഷൻ സി സുഭാഷിതങ്ങൾ ആൻഡ് ഓപ്ഷൻ ഡി സങ്കീർത്തനങ്ങൾ. ഏത് പഴയ നിയമഗ്രന്ഥത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആലോചിച്ച് ഒന്ന് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ എ ഉൽപ്പത്തി. ഓപ്ഷൻ എ ഉൽപ്പത്തി. ഞാൻ ലോക്ക് ചെയ്യട്ടെ? അത് ഉറപ്പാ? കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ ഉൽപ്പത്തി. ഉറപ്പാണല്ലേ? അത് വായിച്ചിട്ടുണ്ട്. ആ ഭാഗം തറവായിട്ട് വായിച്ചു പോയിട്ടുണ്ട്. ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ്. ഉൽപ്പത്തി ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. ആദ്യത്തെ ആൻസർ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിരിക്കുന്നു. എന്നിട്ടെന്തോ ഒരു സന്തോഷമില്ലാത്ത മുഖത്ത്, വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഉൽപ്പത്തി 2:24 ഈ ഭാഗം അല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മുല്ലശ്ശേരി, നിങ്ങളുടെ നാട്ടിലേക്ക് വീണ്ടും വരാം. ഏതാണ് നിങ്ങളുടെ ചർച്ച്? ഗുഡ് ഷെപ്പേർഡ് ചർച്ച് മുല്ലശ്ശേരി. ആരാണ് നിങ്ങളുടെ വികാരി അച്ഛൻ? ഫാദർ സോളി തട്ടിൽ. അച്ഛനോടൊക്കെ പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? അതെ. അവിടെ ഇടവകയിൽ എങ്ങനെയാണ്, പിന്നെ പള്ളിയിൽ എങ്ങനെയാണ് ഇന്ദുവിന്റെ പാർട്ടിസിപ്പേഷൻ? പള്ളിയില് കാറ്റീസം പഠിപ്പിക്കാൻ പോവാറുണ്ട്. ഓക്കെ. ക്ലാസ്സിലല്ല, എക്സ്ട്രാ സ്റ്റാഫാണ്. എനിക്ക് കാറ്റീസം പഠിപ്പിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഓക്കെ പറഞ്ഞതാണ്. പറ്റുന്നത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഫ്യൂച്ചറിലൊരു ടീച്ചിങ് ഇതിലേക്ക് വരണം അല്ലേ? ഇപ്പോൾ ഇങ്ങനെ സ്റ്റാഫായിട്ട് തുടർന്ന് ടീച്ചിങ്ങിലേക്ക് വരണം അല്ലേ? ക്ലാസ് ഇടയ്ക്ക് എടുക്കാറുണ്ട്. ആരെങ്കിലും ഇല്ലെങ്കിൽ സാർ പറയും എടുക്കണം, അപ്പൊ ഞാൻ പോവാറുണ്ട്. ഇഷ്ടമാണോ ടീച്ചിങ്? ഇഷ്ടമാണ്, പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. കുട്ടികൾ ഒത്തിരി കുട്ടികളുള്ളതാണോ? സ്ട്രെങ്ത് ഉള്ള ക്ലാസ് ആണോ? ക്ലാസ്സൊക്കെ പിള്ളേരൊക്കെ ഉള്ള ക്ലാസ് തന്നെ. പിന്നെ എന്താണ് നിങ്ങളുടെ പള്ളിയിലെ പുതുമകൾ? എന്താണ് ഓരോ പള്ളിക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ഈ പള്ളി ഗുഡ് ഷെപ്പേർഡ്? ഒരു ഇപ്പൊ തന്നെ പണി കഴിഞ്ഞിട്ടുള്ള പള്ളിയാണ്. വലിയൊരു ഇപ്പൊ തീർത്ഥാടനം പോലെ ആൾക്കാരൊക്കെ കുറെ വരാറുള്ള ഒരു പള്ളിയാണ്. തീർത്ഥാടനം. എന്താണ് അവിടുത്തെ പ്രത്യേകത? എന്താണ്? വിശുദ്ധരുടെ പേരിൽ അങ്ങനെയല്ല, ഞങ്ങളുടെ പള്ളിയിലത്തെ ഭംഗി കണ്ടിട്ട് തന്നെ ആൾക്കാര് വരുന്നതാണ്. വലിയ പള്ളിയാണ്. വലിയ പള്ളിയാണ്. ഓക്കെ. അവിടെ വേറെ ഏതെങ്കിലും കൊയറിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൊയറിലില്ല. വേദപാഠം അതിനകത്ത് ടീച്ചറായിട്ടും സ്റ്റാഫായിട്ടും വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പം പള്ളിയിലെ കാര്യങ്ങള് വിശേഷങ്ങൾ കഴിഞ്ഞു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വന്നിട്ട് പോകാം. റെഡി? കനൻദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഇന്ദു നെൽസനുള്ള രണ്ടാമത്തെ ചോദ്യം. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന് പരിശുദ്ധ മറിയത്തോട് പറഞ്ഞത് ആര്? നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും എന്ന് പരിശുദ്ധ മറിയത്തോട് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ അന്ന, ഓപ്ഷൻ ബി എലിസബത്ത്, ഓപ്ഷൻ സി സിമയോൻ ആൻഡ് ഓപ്ഷൻ ഡി സഖറിയ. ആരാണ് പരിശുദ്ധ മറിയത്തോട് ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ സി ശിമയോൻ. ഓപ്ഷൻ സി ശിമയോൻ. ഉറപ്പാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്യാം. ഉറപ്പാണ്. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ സി ശിമയോൻ. ചോദിക്കട്ടെ കമ്പ്യൂട്ടറിനോട്? കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ സി ശിമയോൻ റൈറ്റ് ആൻസർ. ലൂക്ക 2:35. അപ്പോൾ 2 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഹിന്ദുവിന്റെ ഫാമിലി ആരൊക്കെയുണ്ട് വീട്ടില്? അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ചേച്ചി ഉണ്ട്. ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞു. ചേച്ചി ഇപ്പൊ വീട്ടിലുണ്ട്, പ്രഗ്നന്റ് ആണ്. പിന്നെ ചേച്ചിക്ക് 2 പിള്ളേരുണ്ട്.
ഓക്കെ, മൂന്നാമത്തെ കുട്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. യെസ്. ഓക്കെ, ചേച്ചി നിങ്ങൾ 2 പെൺകുട്ടികളാണ്. അതെ. പറയൂ, അച്ഛനെ അമ്മയെ പറ്റി പറയൂ. എങ്ങനെയാണ് കുട്ടിക്കാലം? സ്കൂള് എവിടെയാണ് പഠിച്ചത്? സ്കൂളും CKCGHS പാവറട്ടി കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ. പിന്നെ ഒരു മുസ്ലിം സ്കൂളിലായിരുന്നു +1 +2 പഠിച്ചത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് കോയമ്പത്തൂർ B.Pharm പഠിക്കാൻ പോയി 4 വർഷം. ഓക്കെ. അതിനുശേഷം 3 മാസം ഒരു മെഡിക്കൽ ഷോപ്പിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെഡിക്കൽ ഷോപ്പില്. B.Pharm കാരിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഓക്കെ. ഇനി എന്താണ് വേറെ ജോലിക്ക് അന്വേഷിക്കുന്നുണ്ടോ? ഫ്യൂച്ചർ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ. എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. ഓക്കെ. സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വേറെ ജോലിക്ക് നോക്കാനാണ് താല്പര്യം. അങ്ങനെ നല്ല ഒരു പ്രൊഫഷനിലാണ് എത്തിയിരിക്കുന്നത് അല്ലേ? അപ്പം അച്ഛനും അമ്മയും അതുകൊണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും, അതായത് കൂട്ടുകാരികൾ, അവരുമായിട്ടൊക്കെ ഇപ്പോഴും ബന്ധം അങ്ങനെയൊക്കെ ഉണ്ടോ? നല്ല അടുത്ത ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക്, അതിലൊക്കെ എല്ലാവരും, എല്ലാ പഴയ ഫ്രണ്ട്സിനായാലും നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു സൗഹൃദ വലയമുണ്ട്, സൂക്ഷിക്കുന്നുണ്ട് അല്ലേ? നല്ല കൂട്ടുകാർ. ഓക്കെ, അപ്പം ഒത്തിരി സന്തോഷം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഇന്ദു നെൽസനുള്ള മൂന്നാമത്തെ ചോദ്യം. ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം ചീഞ്ഞു പോകും. സഖറിയ പ്രവാചകന്റെ ഈ വാക്കുകൾ ഏത് നഗരത്തോട് യുദ്ധം ചെയ്യുന്നവർക്കുള്ള ശിക്ഷാവിധിയാണ്? ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം ചീഞ്ഞു പോകും. സഖറിയ പ്രവാചകന്റെ ഈ വാക്കുകൾ ഏത് നഗരത്തോട് യുദ്ധം ചെയ്യുന്നവർക്കുള്ള ശിക്ഷാവിധിയാണ്? ഓപ്ഷൻ എ സിയോൻ, ഓപ്ഷൻ ബി ജെറുസലേം, ഓപ്ഷൻ സി ലെബനോൻ ആൻഡ് ഓപ്ഷൻ ഡി ഏദോം. ഏതാണ്? ഓപ്ഷൻ എ സിയോൻ. ഉറപ്പാണോ? ഓപ്ഷൻ ഡി ഏദോം. ഞാൻ ഏതാണ് ഉറപ്പിക്കേണ്ടത്? ഓപ്ഷൻ ഡി ഏദോം. ഓപ്ഷൻ ഡി ഏദോം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി ഏദോം. ഇപ്പോഴും അത്ര ഉറപ്പ് പോരാ അല്ലേ? സിയോനാണ് ആദ്യം മനസ്സിൽ വന്നത്, പിന്നെ ഏദോമിലെത്തി. ഉറപ്പാണോ അത്? ഉറപ്പാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് കൂടെ വന്നിരിക്കുന്ന പപ്പായും അമ്മയും ഉണ്ട്, അവരോട് ചോദിച്ചു നോക്കാം. നമുക്ക് അവർക്ക് ഏതെങ്കിലും ഇതിൽ ആൻസർ അറിയാമോ എന്ന് നോക്കാം. വേറെ ഏതെങ്കിലും ഓപ്ഷൻ വരുന്നുണ്ടോ? സിയോൻ, ജെറുസലേം, ലെബനോൻ, ഏദോം. ഏദോമാണ് മോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വേറെ ഏതെങ്കിലും ആൻസർ വരുന്നുണ്ടോ മനസ്സിൽ? സിയോണാണ് എനിക്ക് തോന്നുന്നത്. സിയോൻ. ഓപ്ഷൻ എ ആദ്യം പറഞ്ഞത്. അമ്മയ്ക്ക്? അപ്പച്ചൻ പറഞ്ഞു തന്നെയാണ് എന്റെയും അല്ലെ? സിയോൻ അപ്പച്ചൻ പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ. നമുക്ക് നോക്കാം, ചോദിച്ചു നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ഡി ഏദോം റോങ് ആൻസർ ആണ്. ഇനി നമുക്കറിയേണ്ടത് അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞ സിയോനാണോ റൈറ്റ് ആൻസർ എന്ന് നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ ബി ജെറുസലേം ആണ് റൈറ്റ് ആൻസർ. അവിടെയും ചെറിയ തെറ്റുപറ്റി. അപ്പം ജെറുസലേം ആണ് റൈറ്റ് ആൻസർ. ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരം ചീഞ്ഞു പോകും. അതെങ്ങനെയാണ് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ശരീരം ചീഞ്ഞു പോവുക? ജീവനെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, ജീവൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഓരോ കാലഘട്ടം പോലെയാണ്. അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ജനിച്ച് ആ കുഞ്ഞ് ശ്വാസമെടുക്കുന്നു, ആഹാരം കഴിക്കാൻ തുടങ്ങുന്നു, കൈകളും കാലുകളും അനങ്ങുന്നു, ചിന്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പോകുന്നത് അതാണ് ജീവിതം. മരണം എന്ന് പറയുന്നത് ഈ ശ്വാസഗതി നിൽക്കുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റാതാവുന്നു, കൈകാലുകൾ മരച്ചു പോകുന്നു അല്ലെ? അങ്ങനെ മരണം. ഇത് രണ്ടുമാണ്. പക്ഷേ ദൈവം പറയുന്ന ഈ നിത്യജീവൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈശോ പറയുന്ന നിത്യജീവൻ എന്ന് പറയുന്നത്
ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കും, അപ്പോഴല്ല ജീവൻ ഉണ്ടാകുന്നത്. അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോഴല്ല, മറിച്ച് ദൈവം ഒരാത്മാവിനെ ഒരു ശരീരത്തിന് വേണ്ടി സൃഷ്ടിക്കുമ്പോഴാണ് യഥാർത്ഥ ജീവൻ തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. ആ ആത്മാവ് മരിക്കുന്നില്ല. പാപം അതിനെ കൊന്നുകളയുമ്പോൾ മാത്രമാണ് ആ ആത്മാവ് നശിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചീഞ്ഞളിയാം ശരീരം, അല്ലെ? ആ നിത്യജീവനില്ലാതെ ജീവിക്കുന്ന ഓരോ ശരീരവും ചീഞ്ഞളിഞ്ഞ ശരീരമാണ്. അങ്ങനെയാണ് ആ ഭാഗം പറയുന്നത്. എനിഹോ, നമുക്ക് ജെറുസലേം റൈറ്റ് ആൻസർ കിട്ടിയില്ല. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പോയിട്ട് വരാം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഇന്ദു നെൽസനുള്ള 4ാമത്തെ ചോദ്യം. മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് ഏത് പ്രവാചക ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ്? മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് ഏത് പ്രവാചക ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ എ ഏശയ്യ, ഓപ്ഷൻ ബി ജെറമിയ, ഓപ്ഷൻ സി ഹോസിയ ആൻഡ് ഓപ്ഷൻ ഡി എസക്കിയേൽ. ഏത് പ്രവാചക ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് വിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നത്? മരണത്തെ വിജയം ഗ്രസിച്ചു. ഏത് ഓപ്ഷനാണ് മനസ്സിൽ വരുന്നത്? പറഞ്ഞോളൂ. ഓപ്ഷൻ എ ഏശയ്യ. ഓപ്ഷൻ എ ഏശയ്യ. ലോക്ക് ചെയ്യട്ടെ. ഓക്കെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ ഏശയ്യ. ഇപ്പോൾ നമ്മൾ ഏശയ്യ ലോക്ക് ചെയ്തിരിക്കുന്നു. വെറുതെ അങ്ങ് പറഞ്ഞാണോ അതോ വായിച്ചതായിട്ടൊരു ഓർമ്മ ഉണ്ടോ? അത് ഏശയ്യ ഗസ് ചെയ്തതാണ് സത്യസന്ധമായ ആൻസർ. നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഓപ്ഷൻ എ ഏശയ്യ റൈറ്റ് ആൻസർ. 1 കൊറിന്തോസ് 15:54. അപ്പോൾ സിൽവർ റൗണ്ടിലെ 4 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് സ്കോർ അറിയണ്ടേ? ഇന്ദുവിന്റെ ഇതുവരെയുള്ള പെർഫോമൻസ്. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ഇന്ദു നെൽസൺ ലഭിക്കുന്ന പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10 points, second question 10 points, and third question no points, and the last question, that is the silver question, 10 points, and silver roundil ഇന്ദു നെൽസന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 30 points. 30 points. നല്ല തുടക്കം അല്ലേ? സന്തോഷമല്ലേ? സന്തോഷം. അപ്പൊ നമുക്ക് ഈ സന്തോഷത്തോടെ ഇനി നമുക്ക് ഇന്ദുവിന്റെ എങ്ങനെ വിളിക്കാം? അപ്പച്ചൻ, അമ്മച്ചി? അപ്പച്ചൻ, അമ്മച്ചി, അമ്മ. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ. അപ്പച്ചന്റെ. നെൽസൺ. എന്താണ് ചെയ്യുന്നത്? എന്തായിരുന്നു ജോലി? പോസ്റ്റ്മാനായിട്ട് ജോലി ചെയ്യുന്നു. പോസ്റ്റ്മാനായിട്ട്. എത്ര വർഷമായിട്ട്? 22 വർഷമായി. 22 വർഷമായിട്ട്. ഇപ്പോഴെങ്ങനെയാണ് ആ പോസ്റ്റൽ? നടന്നാണോ പോവുക? എങ്ങനെയാണത്? ഇപ്പം അധികം ജോലിഭാരമുണ്ടോ ശരിക്കും പോസ്റ്റ്മാൻ? ജോലിഭാരം കൂടുതലപ്പോ. ഇപ്പൊ കൂടുതലാണ്. ബുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ബുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ രജിസ്റ്റേർഡ് അക്കൗണ്ടിൽ ചേർന്നിട്ടായ കാരണം, ചെക്ക് മുഖാന്തരായ കാരണം കൊണ്ട് അത് ചെക്ക് ബുക്ക് ഡെയിലി ഒരു 10-15 എണ്ണം ഉണ്ടാവും. ഡെയിലി അപ്പൊ എത്ര കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരും? ഒരു മിനിമം കുറെ ഏരിയ കുറെ ഉണ്ട്. 40. അന്ന് ഞാൻ പറഞ്ഞ ഏരിയ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കണക്കെടുക്കാൻ വന്നിട്ട് 47 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പെട്രോള് റിസർവ് ആയപ്പോ നിർത്തി. 47 കിലോമീറ്റർ. അതിലും കൂടുതലുണ്ട് സ്ഥലം. ഓഹോ. സ്ഥലം കുറെ കൂടി കൂടുതൽ. 22 വർഷമായിട്ട്. 22 വർഷമായിട്ട്. വളരെ അധ്വാനം പിടിച്ച ജോലിയാണല്ലേ? ഇവിടുന്ന് വീട്ടിൽ നിന്ന് വണ്ടിമ പോവും. അതവിടെ കൊണ്ടുവച്ച് അവിടെ ലോക്കല് സൈക്കിളിൽ വരുമ്പോ വണ്ടിമ വരും. ലോക്കല് സൈക്കിളിൽ പോവോ? എടുത്തു കൊടുക്കാനായിട്ട്. ഓക്കെ. പിന്നെ വരുമ്പോ വണ്ടിമ വരും, തിരിച്ചു പോരും. വീട്ടിൽ നിന്ന് ദൂരെയുള്ള പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 15 കിലോമീറ്റർ. ഏതാണ് സ്ഥലം? എളവള്ളി. എളവള്ളി. ചിറ്റാട്ടുകര അടുത്ത്. ഓക്കെ.
ഇനി എത്ര നാൾ കൂടിയുണ്ട് സർവീസ്? ഇനി 4 കൊല്ലം കൂടി ഉണ്ട്. 4 കൊല്ലം കൂടിയുണ്ട്. എന്താണ് അതിനകത്ത് കാരണം ഈ രജിസ്റ്റേർഡ് പോസ്റ്റുകൾ കൊടുക്കുമ്പോഴേക്ക് 22 വർഷം എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു 20 വർഷം മുമ്പൊക്കെ വളരെ അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വളരെ ആക്റ്റീവായിരുന്നു. ഇപ്പൊ നമുക്ക് നോക്കുമ്പം എല്ലാ മെയിലുകളും ഇമെയിൽ അങ്ങനെയുള്ള വന്നതിന് ശേഷം സാധാരണ കത്തയക്കലുകൾ കുറവാണല്ലേ? അതെ. പക്ഷേ ഈ ഒരു കമ്പനി, ബ്ലേഡ് കമ്പനി, മറ്റുള്ള ഇതിന്റെയൊക്കെ സൊസൈറ്റി, പിന്നെ ഈ ബാങ്കിന്റെ അക്കൗണ്ട് ബാലൻസ്, അങ്ങനെയുള്ള എഴുത്തുകൾ ഇഷ്ടംപോലെ. പിന്നെ ബുക്കുകൾ ദിവസം ഒരു 10-50 എങ്ങനെയാലും ഉണ്ടാവും. ബുക്കുകൾ, അതായത് പാഴ്സൽ അയക്കുന്നത്. പിന്നെ COD എന്ന് പറഞ്ഞിട്ട് ഒരു കാശ് കൊടുത്തിട്ട് മേടിക്കണ ഈ ടിവിയിലൊക്കെ പബ്ലിസിറ്റി ഉള്ളതുണ്ട്. അതൊക്കെ നമ്മൾ കൊണ്ടുകൊടുക്കണം. അതിനൊക്കെ പൈസ മേടിക്കണം. പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ കുറെ വരുന്നുണ്ട്. കുറെ വരികയെന്ന് പറഞ്ഞാല് ഓരോരുത്തർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് സാധനങ്ങൾ അയച്ചു കൊടുക്കും. അത് നമ്മൾ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. ഓക്കെ. പണ്ടൊക്കെ പോസ്റ്റ്മാൻ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടില് ചെറുപ്പത്തിൽ വരുന്ന ഒരു സന്തോഷമായിരുന്നു. ഇങ്ങനെ നോക്കിയിരിക്കും. അതായത് ക്രിസ്മസ് കാർഡുകളായിട്ട് വരുന്നത്, അങ്ങനെ അല്ലെങ്കിൽ എഴുത്തുകാർ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ഒരേ ഒരു ബന്ധം വരുന്ന ഒരു ലെറ്റർ ആയിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടമൊക്കെ ഇല്ലായിരുന്നു ആദ്യം? ഞാൻ വന്ന അവസരത്തിലൊക്കെ ഇഷ്ടംപോലെ രജിസ്റ്റേർഡും പൈസയൊക്കെ കിട്ടിയിരുന്നു. ഇപ്പൊ വളരെ റയർ കേസുകളിൽ എന്തെങ്കിലും. കാരണം അതെ, അങ്ങനെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഒരു പോസ്റ്റ്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ നാട്ടിലുള്ള എല്ലാ വീടുകളിലും നമ്മൾ ചെന്നിട്ടുണ്ടാവും. ആ വീട്ടുകാർക്ക് ഒരു അടുപ്പമുള്ള ഒരാള്. കാരണം സ്വന്തമായിട്ടുള്ള, അതായത് ഓരോ ലെറ്ററുകളും കൊണ്ടുവരുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ ഈ ഇപ്പം ചേട്ടൻ വർക്ക് ചെയ്യുന്ന ആ ഏരിയയിലുള്ള എല്ലാ വീടുകളുമായിട്ടൊരു നല്ല ബന്ധമുണ്ടോ? എല്ലാവരെയും നല്ല ബന്ധമുണ്ട്. ശരിക്കും അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഡ്രസ് അറിയണമെങ്കിൽ ചേട്ടനെ കണ്ട് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന ഓരോ ഈച്ച് ആൻഡ് എവറി കോർണർ എല്ലാ വീടുകളും അറിയാൻ പറ്റും അല്ലേ? എല്ലാവർക്കും അറിയാം. എല്ലാവരും അറിയാം. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാം. പോലീസുകാരും ഈ കേസിന്റെ ആമീന്മാരൊക്കെ ഇല്ലേ, അവരൊക്കെ വരുന്ന സമയത്ത് എന്റെ അടുത്ത് വരും. എന്റെ ഫോൺ നമ്പർ കൊണ്ടുപോയിട്ടുണ്ട് അവര്. അവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മളോടാണ് ചോദിക്കുന്നത്. അതൊരു പുതിയ അറിവാണ് നമുക്ക്. കാരണം അങ്ങനെ ഒരു സോഴ്സ് ഉണ്ട്. ഒരാളുടെ പെട്ടെന്നൊരു അഡ്രസ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനോട് ചോദിച്ചാൽ മതി എന്നുള്ള ഒരു. ചേട്ടന്റെ ദൈവാനുഭവങ്ങൾ ഒക്കെ അതിലേക്ക് ഞാൻ വരാം. കുറച്ചുകൂടെ എനിക്ക് ചേട്ടനോട് സംസാരിക്കണമെന്നുണ്ട്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയിട്ട് വരാം. റെഡി? അപ്പോൾ കാനാൻ ദേശം സീസൺ 2 അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോകാം. റെഡിയല്ലേ? റെഡിയാണ്. ദ നെക്സ്റ്റ് റൗണ്ട്, ഗോൾഡൻ റൗണ്ട്. ഗോൾഡൻ റൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. മറിച്ച് മുമ്പിലിരിക്കുന്ന ബൈബിൾ, ലൈഫ് ലൈൻ നോക്കി ആൻസർ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സിന് പകരം 5 പോയിന്റ്സ് ആണ് ഒരു ആൻസറിന് ലഭിക്കുക. ഇവിടെയും 4 ചോദ്യങ്ങൾ റൈറ്റ് ആൻസർ ചെയ്യുകയാണെങ്കിൽ 10 പോയിന്റ്സ് ബോണസ് ലഭിക്കും. ടോട്ടൽ 50 പോയിന്റ്സ് ഈ റൗണ്ടിലും സ്കോർ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഇന്ദുവിനുള്ള ആദ്യത്തെ ചോദ്യം. ദാനിയേലിന് ബൽത്തേഷാസർ എന്ന് പേര് നൽകിയത് ആരാണ്? ദാനിയേലിന് ബൽത്തേഷാസർ എന്ന് പേര് നൽകിയത് ആരാണ്? ഗോൾഡൻ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യമാണ്. ലൈഫ് ലൈൻ. ആലോചിക്കാൻ സമയമുണ്ട്. കിട്ടുന്നില്ല എങ്കിൽ മാത്രം ലൈഫ് ലൈനിലേക്ക് പോകാം. എന്ത് തീരുമാനിച്ചു? ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ. യുവർ ടൈം. ദാനിയേലിന് ബൽത്തേഷാസർ എന്ന് പേര് നൽകിയത് ആരാണ്? ഇനിയും 22 സെക്കൻഡ്സ് ഉണ്ട്. ബൽത്തേഷാസർ എന്ന് പേര് നൽകിയത് ആരാണ്? പറഞ്ഞോളൂ. സമയം തീരുന്നു.
ആൻസർ കിട്ടിയില്ല. കിട്ടിയില്ല. ടൈം ഔട്ട്. പുസ്തകം എടുത്തിരുന്നോ? ദാനിയേലിന്റെ പുസ്തകത്തിൽ എത്തിയിരുന്നോ? എത്തി. കാണാൻ പറ്റിയില്ല. ഇല്ല. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. അഷ്പേനാസ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് ഈ പേര് അഷ്പേനാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു ഗോൾഡൻ റൗണ്ടിൽ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മയെ പരിചയപ്പെടാം. പേര് പറയുന്നു. നിർമ്മല. നിർമ്മല. എന്താണ് ചെയ്യുന്നത്? വീട്ടില് ഹൗസ് വൈഫാണ്. അതെ. ചേട്ടന്റെ പ്രിയപത്നി അല്ലേ? 2 മക്കൾ. 2 മക്കള്. ഇപ്പം മൂത്ത മകളുണ്ട് വീട്ടിലല്ലേ? മൂത്ത മകളുണ്ട്. വിശേഷമായിട്ട് എനിക്കിന് മകളെ ശുശ്രൂഷിക്കുന്നു. അതന്നെ എന്നെ നോക്കാൻ. ഇപ്പൊ 7 മാസം കഴിഞ്ഞു. അപ്പൊ അവൾക്ക് റെസ്റ്റ് ആണ്. ആദ്യത്തെ 2 കുട്ടികൾ ആൺകുട്ടികളോ പെൺകുട്ടികളോ? മൂത്തതാണ്, പിന്നത്തെ പെൺകുട്ടി. പെൺകുട്ടി. അടുത്തത് 2 പേരും എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? ആൺകുട്ടിയോ പെൺകുട്ടിയോ? എന്തായാലും വേണ്ടവർക്ക് കേടില്ല. 2 കുട്ടീനെ കിട്ടാൻ. നല്ലൊരു ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടണം. അതാണ്. എന്താണ് ഇന്ദുവിനെ പറ്റിയുള്ള അഭിപ്രായം? മോളെ പറ്റി പറഞ്ഞാല് എനിക്ക് അവളോടാണ് കൂടുതൽ ഇഷ്ടം. മുത്തമോളി പ്രോഗ്രാം കാണുന്നുണ്ട്. അവളോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ് വീട്ടിൽ ചെല്ലേണ്ടതാണ്. അത് കുഴപ്പമില്ല. അവർക്കറിയാം. അപ്പൊ പപ്പായുടെ ചെല്ലമാണല്ലേ? ഏറ്റവും കൊഞ്ചിച്ച് വളർത്തിയ മോളാണ്. ആദ്യം സാമ്പത്തികമായിട്ട് ലേശം ബുദ്ധിമുട്ടുള്ള സമയത്താണ് അവളുണ്ടായത്. ഓക്കെ. അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇവളുണ്ടായത്. അത് എന്താന്ന് വെച്ചാൽ സ്നേഹക്കൂടുതലല്ല ആക്ച്വലി, അതൊരു വാത്സല്യം. കാരണം കുഞ്ഞുങ്ങളോടുണ്ടാകുന്ന ഒരു വാത്സല്യം നമുക്കുണ്ടാവില്ല. അതാണ് അതിന് സ്നേഹം എന്നല്ല പറയുകയാണ്. എല്ലാ പേരൻസും ചെറിയ കുട്ടികളോട് നമ്മൾ കാണിക്കുന്ന ഒരു വാത്സല്യം കാണുമ്പോൾ മൂത്ത കുട്ടികൾ വിചാരിക്കുക അവരോട് കൂടുതൽ സ്നേഹമാണ്. പക്ഷെ നമുക്കെപ്പോഴും കൊച്ചു ആട്ടിൻകുട്ടിയെ കാണുമ്പോഴും എന്തിന്റെ കുഞ്ഞിനെ കാണുമ്പോഴും ഉണ്ടാകുന്ന ഒരു കൗതുകം, അത് കുഞ്ഞുമക്കളുണ്ടാകുമ്പോഴും അവർ കുഞ്ഞല്ലേ എന്നുള്ളതല്ല ആ ഒരു കൗതുകം. അതാണ് ശരിക്കും. സ്നേഹം തൂക്കി നോക്കിയാൽ എല്ലാ മാതാപിതാക്കളുടെ മനസ്സിലും എല്ലാ മക്കളും ഒരുപോലെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വാത്സല്യമാണ് സ്നേഹം എന്ന് കൂടി തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അതായത് മൂത്ത കുട്ടികൾ പല വീടുകളിലും നമ്മൾ അങ്ങനെ കാണാറുണ്ട്. പക്ഷെ ഇന്ദു എന്റെ ഇതില് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു യങ് ലേഡി. കൊള്ളാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഇന്ദുവിനുള്ള 2ാമത്തെ ചോദ്യം. ഫിലേമോന്റെ ഒളിച്ചോടിപ്പോയ അടിമയുടെ പേരെന്താണ്? ഫിലേമോന്റെ ഒളിച്ചോടിപ്പോയ അടിമയുടെ പേരെന്ത്? വായിച്ചിട്ടുള്ള ഭാഗമാണെങ്കിൽ ഓർത്തെടുക്കാം. ആൻസർ അറിയില്ലെങ്കിൽ ഗോൾഡൻ റൗണ്ടാണ്, ലൈഫ് ലൈൻ യൂസ് ചെയ്യാം. എന്ത് തീരുമാനിച്ചു? ലൈഫ് ലൈൻ. യുവർ ടൈം. ഫിലേമോന്റെ ഒളിച്ചോടിപ്പോയ അടിമയുടെ പേരെന്ത്? ഇനിയും 20 സെക്കൻഡ്സ് ഉണ്ട്. കിട്ടിയോ? പറഞ്ഞോളൂ. ഒനേസിമോസ്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഒനേസിമോസ് റൈറ്റ് ആൻസർ. ഫിലേമോൻ ആമുഖത്തിലാണ് ഈ ഭാഗം അല്ലേ? ബൈബിള് എങ്ങനെ പഠിക്കുന്നത്? സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. വായിക്കും. അതായത് മനസ്സിരുത്തി വായിക്കാറുണ്ട്. ഇതിനു മുമ്പ് ബൈബിൾ ഇതുപോലെ മത്സരങ്ങളിൽ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടോ? ലോഗോസ് ക്വിസ് എല്ലാ ലെവലും എഴുതാറുണ്ട്. ഏത് ലെവൽ വരെ വന്നിട്ടുണ്ട്?
പള്ളിയില് ഫസ്റ്റ് വാങ്ങാറുണ്ട്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇഷ്ടമാണ് ക്വിസ് കോമ്പറ്റീഷൻസ്. അപ്പൊ ഇതിനുവേണ്ടി കാനാൻ ദേശം സീസൺ 2 വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തോ അതോ യൂഷ്വൽ സാധാരണ വായിക്കുന്ന പോലെ ബൈബിൾ? ഇതിനെ വിളിച്ചപ്പോ ഞാൻ കുറച്ചും കൂടി ബൈബിള് വായിക്കാൻ ശ്രമിച്ചു. കൂടുതൽ സമയം എടുത്ത് വായിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ബൈബിൾ പഠിക്കാൻ? അപ്പച്ചനും അമ്മയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ കുറെ പേര് എന്നെ ഇതിലേക്ക് വരാൻ വേണ്ടിട്ട് സഹായിച്ചവരുണ്ട്. ഞങ്ങളുടെ പള്ളിയിലൊരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ സെലിൻ. അങ്ങനെ എല്ലാവരും. പിന്നെ എന്റെ അമ്മയുടെ അനിയത്തി സിസ്റ്ററാണ്. സിസ്റ്റർ ഇപ്പൊ ഇറ്റലിയിലാണ്. എന്റെ സിസ്റ്റർ ആന്റി ഇതുപോലെ നല്ലോണം ഹെൽപ്പ് ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാനും പഠിക്കാനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഒത്തിരി പേരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ സീറ്റിലല്ലേ? സന്തോഷം തോന്നില്ലേ ഇപ്പം? എങ്ങനെയാണ് കാനാൻ ദേശത്തിലേക്ക് വരണമെന്ന് ആഗ്രഹം തോന്നിയത്? എന്താണ്, എപ്പോഴാണ്? ഞാന് ടിവിയിൽ ഈ പ്രോഗ്രാം ഒന്നും കാണാറുമ്പോഴൊക്കെ എനിക്കിത് പറ്റുമോന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചു. അപ്പൊ അവര് വിളിക്കുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാനൊരു വിളി പെട്ടെന്ന് വന്നു. അപ്പൊ ഒരുപാട് സന്തോഷമായി ഇതിലേക്ക് വരാൻ പറ്റിയെന്നല്ലോ എന്ന് ഓർത്തിട്ട്. ഇപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു അല്ലേ? ഉദ്ദേശിച്ച പോലെ തന്നെ പോകുന്നുണ്ടോ കാര്യങ്ങൾ ഈ സീറ്റിലിരിക്കുമ്പോ? കുഴപ്പമില്ല, മത്സരമല്ലേ, എന്തായാലും ആക്സെപ്റ്റ് ചെയ്യണല്ലോ. ചെയ്യണം. നന്നായിട്ട് തന്നെ പോകുന്നില്ലേ? പോകുന്നുണ്ട്. പിന്നെ എന്താണ് കുഴപ്പം? പോകാം അടുത്ത ചോദ്യത്തിലേക്ക്. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഇന്ദുവിനുള്ള മൂന്നാമത്തെ ചോദ്യം. നാഹൂം പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് രക്തപങ്കിലമായ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? നാഹൂം പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് രക്തപങ്കിലമായ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ബൈബിൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് പലപ്പോഴും കേട്ടിട്ടുള്ള ഏതായിരിക്കും? അറിയില്ലെങ്കിൽ ലൈഫ് ലൈൻ യൂസ് ചെയ്യാം. എന്ത് തീരുമാനിച്ചു? ലൈഫ് ലൈൻ. യുവർ ടൈം. രക്തപങ്കിലമായ നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ് നാഹൂം പുസ്തകത്തിൽ? ഇനിയും 15 സെക്കൻഡ്സ് ഉണ്ട്. എന്തെങ്കിലും ആൻസർ വരുന്നുണ്ടോ? ടൈം ഔട്ട്. പുറമെ ടെൻഷനൊന്നും കാണിക്കുന്നില്ലെങ്കിലും അകത്ത് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ആ ബുക്കിൽ എത്തിയില്ല അല്ലെ? നാഹൂം പുസ്തകത്തിലേക്ക് എത്തിയില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ചോദിക്കാം നമുക്ക്. കമ്പ്യൂട്ടർ പ്ലീസ്. നിനവേ, അതാണ് റൈറ്റ് ആൻസർ. മനസ്സിൽ വന്നിരുന്നു അത്? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നാഹൂം 3:1 ഈ ഭാഗം പറയുന്നത്. നിനവയുടെ നാശമാണ് ആ ബുക്കിന്റെ കണ്ടന്റ് തന്നെ. അതിലേക്ക് എത്താൻ പറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും, ആ ചാപ്റ്റർ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതിൽ ഇങ്ങനെ പറ്റാതിരിക്കട്ടെ. എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും കുറച്ചുകൂടെ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? റെഡിയല്ലേ? കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഇന്ദുവിനുള്ള 4ാമത്തെ ചോദ്യം. ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പ്രത്യേകം പരാമർശിക്കുന്ന 2 വൃക്ഷങ്ങൾ ഏതെല്ലാം? ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പ്രത്യേകം പരാമർശിക്കുന്ന 2 വൃക്ഷങ്ങൾ ഏതെല്ലാം? ഏതാണ്
ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പ്രത്യേകം പരാമർശിക്കുന്ന 2 വൃക്ഷങ്ങൾ. അറിവിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും. അറിവിന്റെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും. ഉറപ്പാണോ? ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ജീവന്റെ വൃക്ഷവും അറിവിന്റെ വൃക്ഷവും റൈറ്റ് ആൻസർ. ഗോൾഡൻ റൗണ്ടിലെ 4 ചോദ്യങ്ങളും പൂർത്തിയായിരിക്കുന്നു. നമുക്ക് ഇന്ദുവിന്റെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. കനാൻഡേഷൻ സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ഇന്ദു നെൽസന് ലഭിക്കുന്ന പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോ പോയിന്റ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ലൈഫ് ലൈൻ ഉപയോഗിച്ചിരുന്നു, സോ 5 points. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ നോ പോയിന്റ്സ്. ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദി ഗോൾഡൻ ക്വസ്റ്റ്യന് 10 points. ആൻഡ് ടോട്ടൽ ഇന്ദു നെൽസന് ഗോൾഡൻ റൗണ്ടിൽ ലഭിക്കുന്ന പോയിന്റ്സ് 15 points. സിൽവർ റൗണ്ടിൽ 30 points. ആൻഡ് ഇതുവരെയുള്ള പോയിന്റ് നില 45 points. ആദ്യത്തെ 2 റൗണ്ടുകളിൽ നിന്ന് സമ്പാദിച്ച 45 പോയിന്റുമായിട്ട് നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാം. കനാൻഡേശം സീസൺ 2 ദ തേർഡ് റൗണ്ട്, ഡയമണ്ട് റൗണ്ട്. ഡയമണ്ട് റൗണ്ട് അറിയാമല്ലോ. ഇവിടെയും 4 ചോദ്യങ്ങളാണ്. ഇന്ദു എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഇതിനെ ഡയമണ്ട് റൗണ്ട് ആക്കുന്നതും സാധാരണ റൗണ്ടാക്കി മാറ്റുന്നതും. കൂടെ വന്നിരിക്കുന്ന അപ്പന്റെയും അമ്മയുടെയും സഹായത്തോടെ വേണമെങ്കിൽ ആൻസർ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഓരോ പോയിന്റും, അതായത് ഓരോ ക്വസ്റ്റ്യനും 10 പോയിന്റ് വീതമാണ് ലഭിക്കുക. മറിച്ച് ആദ്യമേ ഇന്ദു എടുക്കുന്ന ഒരു തീരുമാനം, ഞാൻ ഡയറക്റ്റായിട്ട് ഈ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്തോളാം എന്നെടുക്കുന്ന തീരുമാനത്തിലാണ് ഇത് ഡയമണ്ട് റൗണ്ട് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ചോദ്യത്തിനും ഇരട്ടി മാർക്കാണ്, അറിയാമല്ലോ. അങ്ങനെ 300 പോയിന്റ്സ് വരെ ഈ ഒറ്റ റൗണ്ടിൽ സ്കോർ ചെയ്യാം. എന്ത് തീരുമാനിക്കും? ഡയറക്റ്റ് പോകാം. ഏറ്റവും വിലയേറിയ റൗണ്ടാണ്. റെഡിയാണോ? ടെൻഷനൊക്കെ മാറ്റിവെച്ചു അല്ലേ? ഹാപ്പി? തുടങ്ങാം. കനാൻഡേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഇന്ദു നെൽസനുള്ള ആദ്യത്തെ ചോദ്യം. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇത് ആരുടെ സങ്കീർത്തനമാണ്? ശ്രദ്ധിച്ചു കേൾക്കാം. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇത് ആരുടെ സങ്കീർത്തനമാണ്? ദാവീദിന്റെ സങ്കീർത്തനം. ദാവീദിന്റെ സങ്കീർത്തനം. ചോദിക്കട്ടെ? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ദാവീദിന്റെ സങ്കീർത്തനം റൈറ്റ് ആൻസർ. സങ്കീർത്തനം 23:5. അപ്പോൾ നല്ല തുടക്കം ഡയമണ്ട് റൗണ്ട് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ദുവിന്റെ സ്കൂൾ പഠനകാലത്ത് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്, പാട്ട്, ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും? പാട്ട് പാടുമായിരുന്നില്ല, ചെറുതായിട്ട് കഥാപ്രസംഗം പറയാറുണ്ടായിരുന്നു. ചെറുതായിട്ട് കഥാപ്രസംഗം പറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാന് +2 ഫസ്റ്റ് ആയിട്ട് ഒരു കോമ്പറ്റീഷന് പോയത്. അതുവരെ ഞാൻ അങ്ങനെ ഒന്നും പോയിരുന്നൊന്നുമില്ല. പെട്ടെന്ന് എനിക്ക് തോന്നി വെറുതെ ഒന്ന് പങ്കെടുത്ത് നോക്കാം. അങ്ങനെ എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കതില് ഫസ്റ്റ് കിട്ടി. ആദ്യമായിട്ട് പറഞ്ഞതായിരുന്നു. അങ്ങനെ അവിടുന്ന് സബ് ജില്ലയിൽ പോയി ചെറുതായിട്ട് മാത്രം പറയാറുണ്ട്. കഥാപ്രസംഗം എന്റെയും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു. 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കഥാപ്രസംഗം ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ വരെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ സ്കൂളില് ഇപ്പോഴും ഉണ്ടല്ലേ ആ ഐറ്റം, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പൊ എനിക്ക് ആ പതിയെ എന്റെ ഒരു നൊസ്റ്റാൾജിക് ഇതിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു കഥാപ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു കുറച്ച് ഭാഗം ഒന്ന് ചെയ്യാൻ പറ്റുമോ? സ്റ്റാർട്ടിംഗ് മാത്രം കുറച്ച് ഭാഗം ഫുൾ അവിടെ ചെയ്ത അതേ ഒരു എനർജി ഇല്ല. കാരണം കഥാപ്രസംഗം പറയുമ്പോൾ എപ്പോഴും എത്രമാത്രം ഓഡിയൻസ് കൂടുന്നു അത്രയും നമുക്കൊരു എനർജിയാണ്. ഓഡിയൻസ് കൂടുന്തോറും നമ്മൾ അതിനോട് ഒരു ഭയങ്കര നമുക്ക് എനർജി കൂടും.
അപ്പൊ ഇത്രയും ലക്ഷക്കണക്കിന് ഓഡിയൻസ് ഇപ്പം ഹിന്ദുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിൽ ഓർത്തുകൊണ്ട് ചെയ്യണം. റെഡി. ജോനാസ് പ്രവാചകന്റെ കഥ ഞാനിവിടെ അവതരിപ്പിക്കട്ടെ. നിനവെ ഒരു വലിയ പട്ടണമായിരുന്നു. അവിടുത്തെ ജനങ്ങളാകട്ടെ പാപികളും നീചന്മാരുമായിരുന്നു. ദൈവം ജോനാസിനോട് പറഞ്ഞു, ജോനാസ്, നീ നിനവയിലേക്ക് പോകൂ, അവരെ മാനസാന്തരപ്പെടുത്തൂ, അവരെ നല്ലവരാക്കൂ. പക്ഷെ ജോനാസിന് ദൈവകൽപ്പനയൊന്നും ഇഷ്ടപ്പെട്ടില്ല. ജോനാസ് മറ്റൊരു സ്ഥലത്തേക്കുള്ള കപ്പൽ കയറി യാത്രാക്കൂലിയും കൊടുത്തു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. യാത്രക്കിടയിൽ വെച്ച് കപ്പൽ ആടി ഉലഞ്ഞു. അങ്ങനെ കപ്പൽ ഏതു സമയവും കടലിൽ മുങ്ങുമെന്നായി. അങ്ങനെ കടലിലുള്ള നാവികരും എല്ലാവരും കൂടെ അഭിപ്രായപ്പെട്ടു, ഈ കപ്പലിൽ ഏതോ ഒരു പാപിയുണ്ട്, അയാളാണ് ഈ നാശത്തിന്റെ കാരണക്കാരൻ, അയാളെ കണ്ടുപിടിക്കണം. അങ്ങനെ എല്ലാവരും നറുക്കിട്ടു. ആ നറുക്ക് ജോനാസിന് വീണു. അവർ അവനോട് ചോദിച്ചു, ജോനാസ്, നീ ദൈവഹിതത്തിന് അഹിതമായി എന്തെങ്കിലും പ്രവർത്തിച്ചോ? പറയൂ. ജോനാസ് പറഞ്ഞു, ഞാൻ ദൈവഹിതത്തിന് അഹിതമായി പാപം ചെയ്തു. ദൈവിക ജീവൻ എനിക്ക് നഷ്ടമായി. നിങ്ങൾ എന്നെ കടലിലെറിഞ്ഞ് ഈ കപ്പലിനെ രക്ഷിക്കൂ. അങ്ങനെ എല്ലാവരും കൂടി ജോനാസിനെടുത്ത് കപ്പലിൽ നിന്ന് വലിച്ചെറിഞ്ഞു. അതോടെ കാറ്റും കോളും അടങ്ങി, സമുദ്രം ശാന്തമായി. ഒരു ഹാർമോണിയവും ഒരു തബലയും ഒരു സിംബലും ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി, അല്ലേ? ഒരു സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ കാലത്ത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കഥാപ്രസംഗത്തിന് എന്ന് പറഞ്ഞൊരു ഒരു പർട്ടിക്കുലർ ട്യൂൺ തന്നെയാണ് കൂടുതൽ ആൾക്കാരും ഫോളോ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും മത്സരത്തിന് നമ്മൾ പ്രൈസ് കിട്ടുന്നത് കുറച്ചുകൂടെ ഡിഫറന്റ് ആയിട്ട് അതിനെ കാണുകയും പുതിയ പുതിയ കഥകൾ, അല്ലെ? അതിനൊരു തീവ്രത എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കനാൻഡേസം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഇന്ദു നെൽസനുള്ള രണ്ടാമത്തെ ചോദ്യം. തലയോടിടം എന്നർത്ഥം വരുന്ന ഗൊൽഗോഥ എന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? തലയോടിടം എന്നർത്ഥം വരുന്ന ഗൊൽഗോഥ എന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ഗ്രീക്ക്. ഡയമണ്ട് റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യമാണ്. സാധാരണ നമ്മൾ ബൈബിൾ വായിക്കുന്നതാണ്. ഈ ഭാഷയനുസരിച്ച് ഏതാണ്? ഹീബ്രു ഭാഷ. ഹീബ്രു ഭാഷ. ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്. ഹീബ്രു ഭാഷ റൈറ്റ് ആൻസർ. യോഹന്നാൻ 19:17 ഈ ഭാഗം പറയുന്നത്. റൈറ്റ് ആൻസർ ആണ്. ഡയമണ്ട് റൗണ്ടിൽ 2 ചോദ്യങ്ങൾ കഴിയുമ്പോൾ നല്ല പെർഫോമൻസ് ആണ് ഇന്ദു കാഴ്ചവെക്കുന്നത്. ഇന്ദു, എങ്ങനെയാണ് ഇന്ദുവിന്റെ പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ചെറുപ്പത്തില് തന്നെ വീട്ടില് നല്ല പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ തന്നെയാണ്. ചെറുപ്പത്തിൽ എന്നെ അപ്പച്ചന് സ്കൂളിൽ കൊണ്ടുപോയിരുന്നപ്പോ എന്നെ സൈക്കിളിലായിരുന്നു കൊണ്ടുപോയിരുന്നത്. അപ്പൊ അപ്പച്ചൻ സ്കൂളിൽ എത്തുന്നവരെയും 1ാം ക്ലാസ് തൊട്ടിട്ട് അപ്പച്ചൻ കൊണ്ടുപോകുമ്പോ സൈക്കിളിൽ പോകുമ്പോ അപ്പച്ചൻ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാൻ അപ്പച്ചൻ പ്രാർത്ഥിപ്പിക്കാൻ എന്നെ കൊണ്ട് ആ സമയം സ്കൂളിൽ എത്തുന്നവരെ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു. ഞാൻ എപ്പോ എവിടേക്ക് പോവുകയാണെങ്കിലും മനസ്സിൽ പ്രാർത്ഥിക്കാൻ മറക്കാറില്ല. അപ്പച്ചൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞു തന്നതുകൊണ്ട് പ്രാർത്ഥനയില് കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ പേഴ്സണൽ പ്രയർ ഒരു കൊന്ത ചെല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് പ്രാർത്ഥന. അപ്പച്ചൻ കാണിച്ചു തന്ന വഴിയെ, അപ്പച്ചനും അമ്മച്ചിയും കാണിച്ചു തന്ന വഴിയെ, അല്ലേ? അപ്പച്ചനെ ഞാൻ ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹം ഒരു കൊന്തയും പിടിച്ചിട്ട് ഹിന്ദുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവിന്റെ ബലം, അവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന, രണ്ടുപേരും ഉണ്ട് കയ്യില്, അല്ലേ? ഇങ്ങനെയുള്ള അപ്പച്ചന്മാര് നമ്മുടെ പുണ്യമാണല്ലേ? അപ്പച്ചൻ പിന്നെ തലയില് എന്ന് അപ്പച്ചൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്, അപ്പച്ചനും അമ്മയും. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഒരു എനർജി, കോൺഫിഡൻസ് ഒക്കെ കിട്ടാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ എവിടെ നിന്ന് കിട്ടുന്നതിലെ കഴിഞ്ഞ് കൂടുതൽ എനർജി തരുന്ന ഒരു സംഭവമാണ്, അല്ലേ? അവരുടെ സന്തോഷം, നമ്മളെ പ്രതി അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം. പല വീടുകളിലും ഉണ്ട് ഇങ്ങനത്തെ അപ്പച്ചന്മാര്. എന്റെ
എന്റെ വീട്ടിലുണ്ട്, എന്റെ ഭാര്യയുടെ അപ്പച്ചനുണ്ട്. ഇതുപോലെ രാവിലെ കൊന്ത ചൊല്ലി പള്ളിയിൽ പോക്ക് മുടങ്ങാതെ കുടുംബത്തെ മുമ്പോട്ട് നയിക്കുന്ന അപ്പച്ചന്മാർ, ഒത്തിരി സ്നേഹനിധികളായ അപ്പച്ചന്മാരുണ്ട്. അപ്പോൾ അപ്പച്ചന്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? റെഡി? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഇന്ദു നെൽസനുള്ള മൂന്നാമത്തെ ചോദ്യം. ജോർദാൻ നദിയിൽ വീണുപോയ കോടാലി പൊക്കിയെടുത്ത് അത്ഭുതം പ്രവർത്തിച്ച പ്രവാചകൻ ആര്? ജോർദാൻ നദിയിൽ വീണുപോയ കോടാലി പൊക്കിയെടുത്ത് അത്ഭുതം പ്രവർത്തിച്ച പ്രവാചകൻ ആര്? സക്കറിയ. ഡയമണ്ട് റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യമാണ്. ആലോചിച്ച് ആൻസർ ചെയ്യാം. ഏതെങ്കിലും ഒരു ആൻസർ ഉറപ്പിച്ചോളൂ. സക്കറിയ തന്നെ. വേറെ ഓപ്ഷൻസ് ഇല്ല. ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്. എലീഷ പ്രവാചകൻ ആണ് റൈറ്റ് ആൻസർ. ഏറ്റവും വിലയേറിയ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് മിസ്സായിരിക്കുന്നത്. ഓക്കെ, 3 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ചോദ്യം കൂടി മാത്രമാണ് കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡിൽ ഹിന്ദുവിന് ഫേസ് ചെയ്യാനുള്ളത്. അതിനു മുമ്പ് എന്തെങ്കിലും പറയാൻ ആഗ്രഹമുണ്ടോ പ്രേക്ഷകരോട്, കാനാൻ ദേശത്തോട്? ഈ ഒരു പ്രോഗ്രാമില് വരാൻ സാധിച്ച തന്നെ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതെന്റെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. ഞാൻ ആദ്യമായിട്ടാണ്. അതിനെനിക്ക് നല്ലൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ഫ്രീ ആയ പോലെ തോന്നുന്നു. പിന്നെ ഇത്രയേറെ വലിയൊരു ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ. ഇനി ഞാൻ കൂടുതലായിട്ട് ബൈബിളിനെ അറിയാനായിട്ട് ശ്രമിക്കും. ഞാൻ അറിഞ്ഞതൊന്നും ഒന്നുമല്ല, ഇനിയും ഒരുപാടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഓക്കെ, ഹിന്ദുവിന്റെ ഈ തിരിച്ചറിവ് ഹിന്ദുവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഹിന്ദുവിന്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് പകർന്നു കിട്ടും അല്ലേ? അതും കാനാൻ ദേശത്തിന്റെ ഒരു ഉദ്യമമാണ്, എന്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യൻ, ദ റിയൽ ഡയമണ്ട് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാം. പക്ഷെ അതിനു മുമ്പത്തെ ചോദ്യം മിസ്സായതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല. എങ്കിലും ലാസ്റ്റ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഇൻ ഡയമണ്ട് റൗണ്ട്. റെഡി? കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ഇന്ദു നെൽസനുള്ള 4ാമത്തെ ചോദ്യം. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ. ആരെഴുതിയ ലേഖനത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ. ആരെഴുതിയ ലേഖനത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആരായിരിക്കാം? ആരെഴുതിയിരിക്കുന്ന ലേഖനം? മനസ്സിൽ വരുന്നു പറയുന്നത്? ഏതാണ്? പെട്ടെന്ന് പറയൂ. മനസ്സിൽ വരുന്നു പറയൂ. പത്രോസ്. വേറൊന്നും വരുന്നില്ല അല്ലെ മനസ്സിലേക്ക്? അപ്പൊ വിശുദ്ധ പത്രോസാണ് ഇന്ദു പറഞ്ഞിരിക്കുന്ന ആൻസർ. ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇന്ദുവിന്റെ പേരൻസിന് വേറെ ഏതെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന് ചോദിക്കാം. ആരാണെന്നൊരു ഓർമ്മ ഏതെങ്കിലും പറയാൻ പറ്റുമോ ഒരു ആൻസർ? ആരെഴുതിയ ലേഖനത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്?
അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽമഞ്ഞാണ് നിങ്ങൾ. പൗലോസ്. പൗലോസ്. അമ്മ? പൗലോസ്. അപ്പച്ചൻ എന്ത് പറഞ്ഞാലും അത് തന്നെയാണ് അമ്മച്ചി പറയുന്ന ആൻസർ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. വിശുദ്ധ യാക്കോബ് ആണ് റൈറ്റ് ആൻസർ. 4 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഡയമണ്ട് റൗണ്ടിൽ. ഇന്ദുവിന്റെ ഫൈനൽ സ്കോർ അറിയാം പോയിന്റ് ബാങ്കിൽ. ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിൽ ഇന്ദു നെൻസിലുള്ള പോയിന്റ്സ്. ഫോർ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ 20 points, second question 40 points, and third question no points. The last question, that is the diamond questionും no points. So അടുത്തടുത്ത 2 ആൻസേഴ്സ് തെറ്റിപ്പോയതുകൊണ്ട് 10 points മൈനസ് ആവുന്നു. ഡയമണ്ട് റൗണ്ടിൽ ഇന്ദു നെൽസിന് ലഭിക്കുന്ന ടോട്ടൽ പോയിന്റ്സ് 50 points, സിൽവർ റൗണ്ടിൽ 30 points, ഗോൾഡൻ റൗണ്ടിൽ 15 points. The grand total is 95 points. And Indu Nelson, congrats. കാനാൻ സീസൺ 2 വിജയിയെ കാത്തിരിക്കുന്നത് യൂറോപ്പിലേക്കൊരു തീർത്ഥയാത്ര. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by You Smart Travels Ernakulam. 95 out of 400. ഇന്ദു പറഞ്ഞ പോലെ ഇവിടെ വരാൻ ഭാഗ്യം കിട്ടി അല്ലേ? അതല്ലേ ഏറ്റവും വലുത്. സ്കോറിനെ കഴിഞ്ഞു. സന്തോഷമല്ലേ? സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ദു ഇവിടെ വന്ന് പങ്കെടുത്തതിനും ഇന്ദുവിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നിങ്ങളുടെ കുടുംബം എല്ലാം ഇപ്പോൾ പ്രേക്ഷകർക്ക് പരിചിതരായി കഴിഞ്ഞിരിക്കുകയാണ്. ഒത്തിരി സന്തോഷം ഇവിടെ വന്നതിനും ഈ സീസൺ 2 പങ്കെടുത്തതിനും. സ്നേഹത്തോടെ ഞങ്ങൾ തരുന്ന ഒരു മെമന്റോയും സർട്ടിഫിക്കറ്റുമുണ്ട്. പ്ലീസ്. തൃശൂരിൽ നിന്നും വന്ന ഇന്ദു സി നെൽസൺ ഒരു തിയോളജി വിദ്യാർത്ഥിനി കൂടിയാണ്. ഇന്ദുവുമായിട്ടുള്ള കാനാൻ ദേശം സീസൺ 2 ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച പുതിയൊരു മത്സരാർത്ഥിയുമായി ഞങ്ങൾ വരുന്നതാണ്. ടിൽ ദെൻ ഗുഡ് ബൈ. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. ഞാൻ കുറെ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്തു, പക്ഷെ നടന്നത് എന്റെ കർത്താവിന്റെ തീരുമാനമാണ്. പക്വതയില്ലാത്ത ആ പ്രായത്തിൽ നമ്മൾ ചിന്തിക്കുന്നതല്ല, ദൈവത്തിന്റെ ദീർഘമായ പദ്ധതിയിൽ നമ്മൾ എത്തിച്ചേരുന്നത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കായിരിക്കും. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ജോയ്സ് ജോയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം. ലാസർ ആരുടെ മടിയിലിരിക്കുന്നതാണ് ധനവാൻ നരകത്തിൽ കിടന്ന് കണ്ടത്? ഡയമണ്ട് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യമാണ്. ആലോചിച്ച് ആൻസർ ചെയ്യാം. അബ്രാഹത്തിന്റെ. ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്.